സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 45. അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എങ്ങനെയെങ്കിലും അത് തിരുത്താനാണ് എൻ്റെ ശ്രമം. എന്നെ അതിന് അനുവദിക്കണം പ്ലീസ്. ആ വൃത്തിയായ കന്യാസ്ത്രീയുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന അലോഷി വിതുമ്പി. അവൻ്റെ സ്വരത്തിൽ കുറ്റബോധത്തിൻ്റെ നീറ്റലുണ്ടായിരുന്നു. സിസ്റ്റർ അവൻ്റെ ശിരസിൽ കൈവച്ചു. മോനെ, നിന്റെ പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിൽ ഇനി നിനക്ക് ചെയ്യാനുള്ളത് മീരയ്ക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അലോഷി ഇടപെട്ടു. എനിക്കെല്ലാം മനസ്സിലായി സിസ്റ്റർ. എൻ്റെ അമ്മയെ ഇനി വേദനിപ്പിക്കാൻ എനിക്കാവില്ല. പക്ഷേ അതിനായി കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ ഞാൻ അതിനും തയ്യാറാണ്. എൻ്റെ അമ്മയ്ക്കും ഒരു ജീവിതം വേണം. അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ ഡാനിയോടൊപ്പം സന്തോഷമുള്ള ഒരു ജീവിതം. അപ്രതീക്ഷിതമായ ആ വാക്കുകൾ കേട്ട് ഡാനി ഞെട്ടലോടെ അലോഷിയെ നോക്കി. തൻ്റെ കാതുകളെ വിശ്വസിക്കാനാവാതെ അവൻ തരിച്ചു നിന്നു. നോക്കണ്ട ഡാനി, ഞാനിത് നേരത്തെ എടുത്ത തീരുമാനമാണ്. അത് പറഞ്ഞുകൊണ്ട് അലോഷി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. പിന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തുടർന്നു. എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് തരും. പൊന്നുപോലെ നോക്കിക്കൊള്ളണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ഡാനി ഒന്നും മിണ്ടാനാവാതെ തല കുനിച്ചു നിന്ന് കണ്ണുനീർ തുടച്ചു. വർഷങ്ങളായുള്ള അവൻ്റെ കാത്തിരിപ്പിന് അലോഷിയിലൂടെ ഒരു അംഗീകാരം ലഭിച്ച നിമിഷമായിരുന്നു അത്. ആഹാ, അപ്പോൾ എൻ്റെ മകനെ സ്നേഹിക്കാനൊക്കെ അറിയാമല്ലേ? അത് ചോദിക്കുമ്പോൾ ആ കന്യാസ്ത്രീ അമ്മയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന വേവലാതി ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പുഞ്ചിരി വിഴിഞ്ഞു. അതാണ് അതിൻ്റെ ശരി. ചേരേണ്ടവർ തന്നെ ചേരണം. എന്നാൽ പിന്നെ നമുക്ക് വേറെ ചിലത് കൂടി തീരുമാനിക്കാനുണ്ട്. പുറത്ത് 2 കുരുത്തം കെട്ടവന്മാർ കൂടി നിൽക്കുന്നുണ്ടല്ലോ, അവരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചേ. സിസ്റ്ററിൻ്റെ ആവേശത്തിന് മുൻപിൽ അലോഷി ചോദിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളെയോ? വേണ്ട, അവരെ ഭാവനയെ ഏൽപ്പിച്ചേരേ. അവരോട് പറയാനുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞോളാം. സിസ്റ്റർ അവന് മറുപടി നൽകി. അധികം വൈകാതെ തന്നെ അമലും ജോസഫും അവിടേക്കെത്തി. സിസ്റ്റർ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയോടെ അവരെല്ലാവരും ഒത്തുകൂടി. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാൻ? സിസ്റ്റർ എല്ലാവരെയും ഒന്ന് നോക്കി. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായതുപോലെ മീരയ്ക്ക് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനാകില്ല. ഈ ലോകം മുഴുവൻ വെച്ച് നീട്ടിയാലും അലോഷിയെയും കിച്ചുവിനെയും ഈ നാടും ഉപേക്ഷിച്ച് അവൾ എങ്ങോട്ടും വരില്ല. അവൾ ഈ മണ്ണ് വിടണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാക്കണം. സിസ്റ്റർ ഒരു ഗൂഢാലോചനയുടെ തുടക്കമെന്നോണം പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് അമൽ സാവധാനം ഒന്ന് ചിരിച്ചു. അതിനിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? എല്ലാം ഡാനി തന്നെ കണ്ടുപിടിക്കട്ടെ. ഇഷ്ടപ്പെട്ട ഒന്നിനെ സ്വന്തമാക്കാൻ അല്പം കഷ്ടപ്പാടൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. സിസ്റ്റർ അവനെ കടുപ്പിച്ചൊന്നു നോക്കി. അതെങ്ങനെയാടാ മോനെ ശരിയാകുന്നത്? നിന്നെപ്പോലെ കുരുത്തം കെട്ടവനല്ല ഡാനി എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമല്ലോ. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു തരത്തിൽ നടത്തിയെടുത്തത് നിങ്ങൾ തന്നെയല്ലേ? അപ്പോൾ പിന്നെ ഇനി നീയും അപ്പനും ഇത് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി. സിസ്റ്റർ തനിക്ക് അവനോട് തോന്നിയ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടെയും പറഞ്ഞു. അടിപൊളി. കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നാണല്ലോ. എന്നതാണെങ്കിലും ഇനി ഇവരുടെ കല്യാണത്തിൻ്റെ ഊടും കൂടി കഴിച്ചിട്ടേ ഞങ്ങൾ മടങ്ങുന്നുള്ളൂ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഞങ്ങൾ വൃത്തിയായിട്ടങ്ങ് ചെയ്തോളാം. ജോസഫ് തൻ്റെ പ്രായം പോലും മറന്ന ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ട് സിസ്റ്റർ പുഞ്ചിരിയോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പിന്നെ സാവധാനം തുടർന്നു. ആൽബിയുടെ വാക്ക് കേട്ട് പിതാവ് മീരയെ തൃശ്ശൂരുള്ള വിമൻസ് ഹോമിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം എന്തുകൊണ്ടും മീരയെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് അനുയോജ്യമായ ഒന്നല്ല. മീരയ്ക്ക് അവിടേക്ക് പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടാകില്ല. സിസ്റ്റർ തെളിച്ചു പറയൂ, അതും ഇതുമായി എന്താ ബന്ധം? ജോസഫ് ഇടയ്ക്ക് കയറി ആകാംക്ഷയോട് ചോദിച്ചു. എല്ലാവരും സിസ്റ്ററുടെ മറുപടി കേൾക്കാതോർത്തു. അവരുടെ കണ്ണുകളിൽ എന്തോ ഒരു പുതിയ പ്ലാൻ തെളിയുന്നുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. കുരുട്ടുബുദ്ധി കൂടുതലുള്ളവരാണല്ലോ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയാലോ? സിസ്റ്റർ അമലിനെയും ജോസഫിനെയും നോക്കി ഒന്ന് കണ്ണിറുക്കി. ഡാനിയെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ മീരയ്ക്കും എന്തെങ്കിലുമൊക്കെ തോന്നിയേക്കാം.
അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ചുവട് പിടിച്ചങ്ങ് നീങ്ങാം. വിവാഹം കഴിക്കാതെ ഇനി മീരയെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് സിസ്റ്റർ അങ്ങ് കടുപ്പിച്ച് പറഞ്ഞാൽ പോരെ. സിസ്റ്റർ പറഞ്ഞു തീരും മുൻപേ അമൽ തൻ്റെ ഐഡിയ അവതരിപ്പിച്ചു. ബെസ്റ്റ്. ഇപ്പോൾ തന്നെ അവൾ എവിടേക്കെങ്കിലും മുങ്ങിപ്പോകുമോ എന്ന പേടിയിലാണ് ഞാൻ. അപ്പോഴാണ് ഡാനിയെ വിവാഹം കഴിക്കാൻ പറയുന്നത്. അത് കേട്ടപാടെ അവൾ സമ്മതിച്ച് തലകുലുക്കുമെന്നാണോ നീ വിചാരിച്ചത്? സിസ്റ്റർ അമലിനെ പുച്ഛത്തോടെ നോക്കി. എന്തുവാടേ ഇത്? ഇത്രയും നേരം മീരയെപ്പറ്റി പറഞ്ഞിട്ടും നിനക്കവളെ മനസ്സിലായില്ലേ? അവൾ ഈ വിവാഹത്തിന് സമ്മതം മൂളണമെങ്കിൽ നമ്മൾ നല്ല ഒന്നാം തരം തറവാടിക്കളികൾ കളിക്കേണ്ടി വരും. അപ്പോൾ സിസ്റ്റർ നമ്മുടെ വൈബാണല്ലേ? സിസ്റ്ററമ്മ അത് പറയുമ്പോൾ അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അമേലിയെ കൊണ്ട് കരയിപ്പിച്ച് കാല് പിടിപ്പിച്ചാലോ? സ്വന്തം മകളെ കരയിക്കാൻ അവൾ എന്തായാലും തയ്യാറാകില്ലല്ലോ. അമൽ കുസൃതി വെടിയാതെ ചോദിച്ചു. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അതുകൊണ്ടൊന്നും പൂർണ്ണമായ വിജയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം മകൻ തന്നെ പൂർണ്ണമായും വെറുക്കുന്നുവെന്ന് അവൾക്ക് തോന്നണം. പിന്നെ ആൽബിയിൽ നിന്ന് ഇനി രക്ഷയില്ല എന്നുകൂടി ബോധ്യപ്പെടണം. അങ്ങനെ എല്ലാ വശത്തു നിന്നും തൻ്റെ കുരുക്ക് മുറുകിയാൽ ഒരുപക്ഷെ ഡാനിയെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായേക്കും. സിസ്റ്റർ ആലോചനയോടെ പറഞ്ഞു നിർത്തി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അമലിൻ്റെ ആ ചോദ്യം കുറേ നേരം അവർക്കിടയിൽ കനത്ത മൗനം സൃഷ്ടിച്ചു. ഉത്തരമില്ലാത്ത ആ ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും പകച്ചിരുന്നു. ഒടുവിൽ സിസ്റ്റർ പതുക്കെ തല ഉയർത്തി എല്ലാവരെയും നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിക്കാനാകുമോ? കുറച്ച് വൃത്തികെട്ട കളിയാണ്, എന്നാലും അത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം. എന്നതാണെങ്കിലും ഇങ്ങോട്ട് പറ സിസ്റ്റർ. എന്ത് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ പ്രധാനം. അമൽ ആവേശത്തോടെ മറുപടി നൽകി. എന്നാൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ നിമിഷം മുതൽ ജോസഫ് നിന്റെ അപ്പനല്ല. അങ്ങേര് നീയുമായി ഈ നിമിഷം മുതൽ ഒരു ബന്ധവുമില്ല. എൻ്റെ ഈശോയെ, സിസ്റ്റർ എന്നതാ ഈ പറയുന്നേ? അമൽ ചാടി എഴുന്നേറ്റ് നെഞ്ചത്ത് കൈവച്ചു. എൻ്റെ അപ്പനാണെങ്കിൽ ഞാൻ അങ്ങ് തന്നേനെ. പക്ഷേ ഇതിപ്പോൾ അതിനു മുകളിലല്ലേ. എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് ആകെയുള്ള അപ്പനാ ഇങ്ങേര്. ഇങ്ങേരെ വിറ്റ് കാശാക്കിയാൽ അവൾ എന്നെയും കൊല്ലും, അവളും ചാകും. തന്നെയുമല്ല, ഇങ്ങേർക്ക് സ്വന്തമായ ഒരു പെണ്ണുമ്പിള്ള വേറെ ഉള്ളതുമാ. അമലിൻ്റെ വെപ്രാളം കണ്ട് ജോസഫ് പൊട്ടിച്ചിരിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്നെ കണ്ടാൽ ഇപ്പോഴും ഒരു 18കാരൻ്റെ ലുക്കില്ലേ? സിസ്റ്ററിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പെണ്ണ് കെട്ടാനും തയ്യാറാ. കണ്ടില്ലേ അങ്ങേരുടെ മനസ്സിലിരിപ്പ്. എന്തിനാ സിസ്റ്റർ ഇങ്ങേരെ എൻ്റെ അപ്പനല്ലാതാക്കുന്നത്? ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവസാനം ഇങ്ങനെ വലിയൊരു കുരിശാകും. കാര്യം പോലും പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ കണ്ടില്ലേ പഴയ കോഴി സ്വഭാവം പുറത്തേക്കെടുത്തിട്ടത്. അമൽ അത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ജോസഫ് അമലിനെ നോക്കി സാവധാനം പുഞ്ചിരിച്ചു. എടാ മോനെ, നീയൊന്നും നിർത്തിക്കേ. സിസ്റ്റർ ഒന്നും കാണാതെ പ്ലാൻ പറയില്ല. ആദ്യം നമുക്ക് സിസ്റ്ററുടെ ഉദ്ദേശം എന്താണെന്നറിയാം, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ഇവൻ്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാനാണ് ഈ കഥയിലെ ബാലൻ നായരെന്ന്. ജോസഫ് അത് പറയുമ്പോൾ എല്ലാ മുഖങ്ങളിലും പുഞ്ചിരി വിടർന്നു. സിസ്റ്റർ ഗൗരവത്തോടെ ജോസഫിനെ അടുത്തേക്ക് വിളിച്ചു. ജോസഫ്, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രത്യേകമായി പറയാനുണ്ട്. നിങ്ങളാണല്ലോ ഇതിലെ നായകസ്ഥാനത്തിപ്പോൾ. അപ്പോൾ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ അറിയണം. ബാക്കിയുള്ളവരൊക്കെ പതുക്കെ അറിഞ്ഞോളും. അത് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ജോസഫിനെ അല്പം മാറ്റി നിർത്തി. പിന്നീട് ശബ്ദം താഴ്ത്തി എന്തൊക്കെയോ ഗൗരവമായി പറഞ്ഞു. കേട്ട കാര്യങ്ങൾ ജോസഫിനെ ശരിക്കും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. എൻ്റെ കർത്താവേ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു പാപം കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടെന്നത് ശരിയാ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു പാവമാ സിസ്റ്റർ. ജോസഫ് നെഞ്ചിൽ കൈവച്ച് ആവലാതിപ്പെട്ടു. അത് കേട്ടിട്ടും സിസ്റ്റർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? ഈ സമയത്ത് ഞാൻ വേറൊരാളെ എവിടെ പോയി കണ്ടുപിടിക്കും? നിങ്ങളാകുമ്പോൾ കുറച്ച് മൂത്ത മുരിങ്ങയ്ക്കയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, കാര്യങ്ങൾ എളുപ്പമാകും. സിസ്റ്റർ ചിരിയോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞത് കേട്ട് ജോസഫ് അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. ദൂരെ മാറി നിന്ന് ഇത് നോക്കി നിൽക്കുകയായിരുന്ന അമലിനും ഡാനിക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സിസ്റ്ററുടെ ആ കളിയിൽ ജോസഫ് എന്ത് വേഷമാണ് കെട്ടാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവർ പരസ്പരം നോക്കി നിന്നു. എന്നതാ അവിടെ ഒരു തമാശ? ഞങ്ങളോടും കൂടി പറ, ഞങ്ങളും ചിരിക്കട്ടെ.
അമൽ ആവേശത്തോടെ വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ലടാ മോനെ, എനിക്കൊരു കല്യാണക്കാര്യം. നിനക്കല്ലേ എന്നെ കണ്ടാൽ പ്രായമായ ഒരു തോന്നൽ. പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ വലിയവർ തന്നെ തീരുമാനിച്ചോളാം. ഇതൊന്നും അറിയാൻ നിനക്ക് പ്രായമായിട്ടില്ല. നീ ഇപ്പോഴും കുട്ടിയാ. തമാശ പറഞ്ഞുകൊണ്ട് ജോസഫ് അമലിനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു സിസ്റ്ററെ, വേണ്ടാത്ത വയ്യാവേലിയൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട. ഇങ്ങേര് ഈ കാണുന്നത് പോലെയല്ല, ഭയങ്കര പ്രശ്നക്കാരനാ. അമൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് തമാശ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. നാളെ രാവിലെ തന്നെ അമൽ ഡാനിയെയും കൂട്ടി മഠത്തിലെത്തണം. ആദ്യം ഇവർ തമ്മിലൊന്ന് കാണട്ടെ. ആ കൂടിക്കാഴ്ചയിൽ ഡാനിക്ക് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ തന്നെ ഒരു അവസരം ഒരുക്കിക്കൊള്ളാം. മറുപടി 100% നെഗറ്റീവായിരിക്കും. അത് കുഴപ്പമില്ല. എങ്കിലും അവളുടെ മനസ്സൊന്നിളക്കാൻ അത് അത്യാവശ്യമാണ്. അതിനുശേഷം വേണം നമ്മുടെ പ്ലാൻ ഒന്ന് ട്രൈ ചെയ്യാൻ, സിസ്റ്റർ ആലോചനയോടെ പറഞ്ഞു. എന്നാലും ഇങ്ങനെ എന്ത് ചെയ്യാനാ പ്ലാൻ? അമൽ ആകാംക്ഷ അടക്കാൻ വയ്യാതെ ചോദിച്ചു. അതൊന്നും ഇപ്പോൾ പറയില്ല. എന്തായാലും സംഗതി കുറച്ച് സീരിയസാ. ഈ നിമിഷം മുതൽ നിങ്ങൾക്കാർക്കും ജോസഫിനെ അറിയില്ല. നിങ്ങൾ കട്ടയ്ക്ക് നിന്നാൽ നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കാം, സിസ്റ്റർ ഫുൾ ഫോമിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാനോ? എനിക്ക് അമ്മയെ കാണണ്ടേ? അലോഷിയുടെ ശബ്ദത്തിൽ വല്ലാതെ പരിഭവം നിറഞ്ഞിരുന്നു. കാണാതെ പിന്നെ. ഈ കഥയിലെ വില്ലൻ നീയല്ലേ? മുൻപ് കഥ അറിയാതെ നീ തകർത്താടിയ ഒരാട്ടമുണ്ടല്ലോ, അത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അമ്മയുടെ അഭിമാനത്തിന് വില പറയുന്ന വില്ലൻ വേഷം, സിസ്റ്റർ അലോഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കർത്താവേ, ഈ കുപ്പായത്തിലുള്ള ലോകം ഉടായിപ്പായിരുന്നു അല്ലേ? എന്നതാണെങ്കിലും ആലോചിച്ചു കൂട്ടുന്ന തറവാടി പണിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എവിടെ നിന്ന് കിട്ടുന്നു ഈ ഐഡിയയൊക്കെ? എനിക്ക് അല്ലെങ്കിലേ ഇങ്ങേരെ അറിയില്ല. ആ കുരുത്തം കെട്ട പിള്ളേരെ കൂടി ഒന്ന് പറഞ്ഞ് സെറ്റാക്കിയാൽ മാത്രം മതി, എല്ലാം ഓക്കെയാണ്. ചാടി എഴുന്നേറ്റ് സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. എൻ്റെ കൊച്ചേ, ഇതൊരു തരം ഞാണിമ്മേ കളിയാ, അല്ലാതെ വിജയിക്കുമെന്നുറപ്പുള്ള കളിയൊന്നുമല്ല. അത് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ശ്വാസം വലിച്ചുവിട്ടു. പക്ഷേ അപ്പോഴും വേറൊരു കുഴപ്പമുണ്ട്. മിലിയുടെ ഡാഡി അമലിൻ്റെ ഫാദറാണ് ജോസഫ് എന്ന് അയാൾക്കറിയാമല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്തു ചെയ്യും? കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് അലോഷി ചോദിച്ചു. അയ്യോ, അങ്ങനൊരു അപകടം അവിടെ ഒളിച്ചിരിപ്പുണ്ടല്ലേ? അത് ഞാൻ ഓർത്തില്ല. ഇയാളെ കൊണ്ടൊരു രക്ഷയുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ കഥയിൽ അവനില്ലായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, സിസ്റ്റർ തലയിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. അതോർത്ത് പേടിക്കണ്ട, അയാൾ ഇനി വരാനൊന്നും പോകുന്നില്ല. അമൽ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് നിസ്സാരമായി പറഞ്ഞു. അത് കേട്ട് ജോസഫ് അവൻ്റെ കൈകളെ മുറുകെ പിടിച്ചു. പെട്ടെന്ന് അബദ്ധം മനസ്സിലാക്കി അവൻ നാക്ക് കടിച്ചു. ആ നിമിഷം അലോഷിയുടെ ഫോൺ ശബ്ദിച്ചു. എപ്പോ? എങ്ങനെ? ഏത് ഹോസ്പിറ്റലിലാ? അലോഷി ഫോണിൽ കൂടി അത് ചോദിക്കുമ്പോൾ സിസ്റ്റർ സംശയത്തോടെ അവനെ നോക്കി. എന്താ മോനെ, എന്തു പറ്റി? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അലോഷി ഫോൺ കട്ട് ചെയ്ത ഉടനെ സിസ്റ്റർ വേവലാതിയോട് ചോദിച്ചു. അത് അമ്മേ, മിലിയുടെ ഡാഡി. അയാൾക്ക് എന്തോ ഒരു ആക്സിഡൻറ്റിനെ പറ്റി. അയാളിപ്പോൾ ഇവിടെ അടുത്തെവിടെയോ ആശുപത്രിയിലുണ്ടെന്നാണ് പറഞ്ഞത്. എന്താ പറ്റിയതെന്നറിയില്ല. എന്തായാലും അവിടെ വരെ പോയി ഒന്ന് നോക്കണം. ആ വൃത്തികെട്ടവൻ ചത്തിരുന്നെങ്കിൽ സമാധാനമായേനെ. ഏതോ ഒരു സേവന ഹോസ്പിറ്റൽ അങ്ങനെയാ പറഞ്ഞത്. അതെവിടെയാണെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അലോഷി യാതൊരു സങ്കടവുമില്ലാതെ സിസ്റ്ററിനോടായി ചോദിച്ചു. മോനെ, അത് നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു, ഇനി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നോക്ക്, എന്താണെങ്കിലും അയാൾ നിന്റെ ഭാര്യയുടെ അപ്പനല്ലേ? സിസ്റ്റർ അലോഷിയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. കഴിഞ്ഞോ സിസ്റ്റർ, എന്തായി കാര്യങ്ങൾ? ആ സമയത്ത് ഒരു വൈദികൻ അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഫാദർ, ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി അങ്ങോട്ട് കഥ കിടക്കുന്നതേ ഉള്ളൂ. അച്ഛന് ഈ സേവന ഹോസ്പിറ്റൽ എവിടെയാണെന്നറിയാമോ? ഓ, നമ്മുടെ സേവന ഹോസ്പിറ്റൽ, അത് പട്ടാമ്പിയിൽ തന്നെയാണ്. എന്താ സിസ്റ്റർ, അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ 1-2 കുഞ്ഞു കന്യാസ്ത്രീകൾ അവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അവരോട് പറയാം, ഫാദർ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു. അത് ഫാദർ, എൻ്റെ വൈഫിൻ്റെ ഫാദറിന് ഒരു ആക്സിഡൻറ്റ്.
അവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവരമൊന്നറിയാനാണ്. അത് പറഞ്ഞുകൊണ്ട് അലോഷി ആൽബിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് ആ വൈദികൻ ഫോണിൽ ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. സിസ്റ്ററെ, അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ ഗുരുതരമാണെന്നാണ് പറയുന്നത്. ജീവന് ഒരു തരത്തിലുള്ള അപകടവുമില്ല. പക്ഷേ ഇനിയുള്ള കാലം അയാൾ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം സംശയമാണ്. ഇനിയിപ്പോൾ മര്യാദയ്ക്കൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും ട്യൂബ് വേണമെന്ന അവസ്ഥയാണ്. സംഭാഷണം അവസാനിപ്പിച്ച് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ജോസഫ് തിരിഞ്ഞ് അമലിനെ നോക്കി. അവൻ ചിരിയടക്കാൻ പാടുപെടുന്നത് കണ്ട് സിസ്റ്റർ തെരേസയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞതുപോലെ. ഇനി നിന്നാൽ രാത്രി ഒരുപാടാകും. പോകുന്ന വഴിക്ക് എനിക്ക് പിതാവിനെ കൂടി ഒന്ന് വിളിക്കണം. ഞാൻ ഇറങ്ങിക്കോട്ടെ. സിസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് സമയം നോക്കി. അല്ല, നിങ്ങളെവിടെ ഇനിയും തങ്ങാൻ പോകുന്നത്? നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്ഥലം ഇവിടെയുണ്ടോ? ഒന്ന് നടന്നിട്ട് തിരിഞ്ഞു നിന്ന് സിസ്റ്റർ ചോദിച്ചു. ഓ സിസ്റ്റർ, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഒരു രാത്രിയിലത്തെ കാര്യമല്ലേ, പള്ളിമേടയിൽ തങ്ങാം, പെൺകുട്ടികൾക്ക് മഠത്തിലും. അദ്ദേഹം അത് പറയുമ്പോൾ സിസ്റ്റർ സ്നേഹത്തോടെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. തിരികെ പോകും മുൻപ് അമേലിയെയും മെറിയെയും മാറ്റി നിർത്തി അവർ എന്തൊക്കെയോ പറഞ്ഞു. കുട്ടികൾ സന്തോഷത്തോടെ അതിന് സമ്മതം മൂളുകയും ചെയ്തു. മീര, പോകാൻ റെഡിയായോ? പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയും നിന്നെ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തള്ളിവിടാൻ എനിക്കാകില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം. മീരയുടെ ബെഡിലേക്ക് ഇരുന്നിട്ട് സിസ്റ്റർ തെരേസ സാവധാനം പറഞ്ഞു. എന്താ അമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ പറയുന്നത് എന്താ ഞാൻ ഇതുവരെ കേൾക്കാതിരുന്നിട്ടുള്ളത്? മീരയുടെ വാക്കുകൾ മുഴുവനാകും മുൻപേ ഒരു കൊച്ചു കന്യാസ്ത്രീ അവിടേക്ക് കടന്നു വന്നു. അമ്മേ, മീരയ്ക്ക് ചില വിസിറ്റേഴ്സ് ഉണ്ട്. കണ്ടിട്ട് വിദേശികളാണെന്ന് തോന്നുന്നു. ആ വാക്കുകൾ മീരയിൽ എന്തെന്നില്ലാത്ത ഞെട്ടൽ പടർത്തി. മീര, നിന്നെ തേടി അവരെത്തിയിരിക്കുന്നു. നിന്റെ ഡാനി. മനസ്സ് പറയുമ്പോൾ അവൾ ആകുലതയോടെ സിസ്റ്ററിനെ നോക്കി. മീര, നീ വന്നേ, ആരാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. പകച്ചു നിന്ന മീരയെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു. ഗസ്റ്റ് റൂമിൻ്റെ വാതിൽക്കലേക്ക് എത്തും മുൻപേ ഒരു പെൺകുട്ടി ഓടിയെത്തി മീരയെ കെട്ടിപ്പിടിച്ചു. ഒരു കരച്ചിലോടെ തന്നെ കെട്ടിപ്പിടിക്കുന്ന പെൺകുട്ടിയെ മീര സൂക്ഷിച്ചു നോക്കി. എൻ്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? എൻ്റെ മെറി, എൻ്റെ മോളെ, നീ എന്നെ അന്വേഷിച്ചു വന്നോ? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ഇവിടെയുണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? കണ്ണീരോടെ മെറിയെ നെഞ്ചോട് ചേർത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ മീര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ, എനിക്ക് നടക്കാൻ പറ്റിയാൽ ഞാൻ നിന്നെ തേടി വരുമെന്ന്. കണ്ടോ, ഇപ്പോൾ ഞാൻ നന്നായി നടക്കുന്നുണ്ട്. എനിക്ക് ഓടാനും പറ്റും. പിന്നെ ഞാൻ തനിച്ചല്ല വന്നത്. വിതുമ്പിക്കൊണ്ടാണ് മെറി അത് പറഞ്ഞത്. ഇതുപോലെ നീയൊന്ന് നടക്കുന്നത് കാണാൻ ഈ മീരയമ്മ എത്ര കാലം കാത്തിരുന്നതാ. എൻ്റെ പൊന്നുമോളെ, നീ ഈ അമ്മയെ മറന്നില്ലല്ലോ. നിനക്ക് എന്ത് തന്നാലാ മതിയാകുക? മീര മെറിയെ കെട്ടിപ്പിടിച്ച് അവളെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. അമ്മേ. പെട്ടെന്ന് ആ വിളി കേട്ടപ്പോൾ മീര ഞെട്ടലോടെ തിരിഞ്ഞു. കണ്ണുനീർ തുള്ളികൾക്കിടയിലൂടെ നിഴൽ പോലെ ഒരു രൂപം അവളുടെ മുൻപിൽ തെളിഞ്ഞു വന്നു. ഒരു മാലാഖയെപ്പോലെ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി. അവളുടെ ചെമ്പൻ മുടിയിഴകൾ പാറിപ്പറക്കുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു. നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകൾ തനിക്ക് അപരിചിതമാണ്. ആരാണിവൾ? ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.